ഇത് സാധാരണഗതിയിലുള്ള ഒരു അന്വേഷണമായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വലിയ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലായിരുന്നു, തലപോയിക്കേണ്ട കാര്യവുമില്ലായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള അന്വേഷണമായിരുന്നുവെങ്കിൽ അപ്പൊ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാരാ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചായിരിക്കും DGP കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അന്വേഷണ സംഘവും അദ്ദേഹം പറയുന്നതനുസരിച്ച് നിൽക്കും. അദ്ദേഹം നിർദ്ദേശിക്കുന്ന താളത്തിനൊത്ത് തുള്ളുകയും ചെയ്യും. പക്ഷെ ഇവിടെ സംഗതി മാറിപ്പോയി. ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം നമ്മുടെ ഹൈക്കോടതിക്കാണ്. അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ പുരോഗതി അവർ വിലയിരുത്തുന്നുണ്ട്. ഓരോ ദിവസവും കണ്ണു തുറന്നിരിക്കുകയാണ് കോടതി. എന്താണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 6 ആഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നത്. അത് ഏതാണ്ട് പൂർത്തിയാവുകയാണ്. നവംബർ അവസാന വാരം കോടതി നിശ്ചയിച്ച കാലപരിധി കഴിയുകയാണ്. അതിനകം റിപ്പോർട്ട് കൊടുക്കണം, അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട്. അതിനിടയ്ക്ക് അന്വേഷണ സംഘത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തുക അസാധ്യമാണെന്ന് CPM അറിയാം.